ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു മീൻ കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം, ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾക്ക് ചട്ടി അടുപ്പത്തോട്ട് വെച്ചു കിട്ടാം. അതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആ വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ചീനച്ചട്ടി. അപ്പൊ ഇന്ന് ഒരു ചെറിയ ചാളയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് മുളകിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പൊ മുളകിട്ട് വെച്ച ചാള കൂട്ടാനും പിന്നെ നമുക്ക് അതിന്റെ കൂടെ അറിയാലോ ചോറും കറികളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് കഴിക്കാം. അപ്പൊ ഞാൻ എന്ത് കരുതി, ഇത് നമുക്ക് അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അങ്ങ് ചൂടായിക്കൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ധൃതിയായിട്ട് കൊതി മൂത്തിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് ധൃതിയായിട്ട് നിൽക്കുമ്പോണ്ട് പാചകം കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മളെക്കാളും നമ്മള് ഭയങ്കര സ്പീഡാവുമ്പോ എനിക്ക് തോന്നും അടുപ്പൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും എന്നാ. അതേപോലെയാണ് തീയൊക്കെ കത്തുള്ളൂ. അല്ല, ഇങ്ങനെയൊക്കെ ആവുള്ളൂ. അതൊന്ന് തുടച്ചൊക്കെ എടുത്താൽ മതിയായിരുന്നു വെള്ളം. ഈ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഗ്യാസ് കത്തിച്ച് കളയേണ്ട ഒരു ആവശ്യവും എനിക്കുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ? അപ്പൊ പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ പറയാ. അങ്ങനെ ഞാൻ ആ വെള്ളം മൊത്തം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കുക. അതിനിടയിൽ വെയിറ്റ് ചെയ്ത് വെറുതെ നിൽക്കുന്നില്ല കേട്ടോ. അത് ഇതൊക്കെ ഒതുക്കി വെക്കലും ഈ കറിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. അപ്പൊ ഞാനേ എന്താ പറയാ, ഇതിന്റെ കൂടെ സൈഡായിട്ട് നമുക്ക് ചക്കയാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇവിടെ തൃശ്ശൂരൊക്കെ വെക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ്. അപ്പോഴേക്കും ചട്ടിക്കൊന്ന് ചൂടായി പുക വന്നു തുടങ്ങിയോ ഇല്ല ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനത് അങ്ങനെയൊക്കെ അതെടുത്ത് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് അങ്ങ് കൊടുത്തു അതിലേക്ക്. അപ്പൊ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുത്തപ്പോ പിന്നെ ഒരു സമാധാനം. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. അത് കടുക് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്തു. ഉലുവ ഒരുവിധം ഇങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ചേർക്കാം. അപ്പൊ വറ്റൽ മുളക് ചേർത്തിട്ട് നല്ലപോലെ കളർ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതിന്റെ കൂടെ ഒരു വേപ്പിലയും, ഞാൻ എപ്പോഴും പറയുന്നില്ല വേപ്പിലയും കൂടി ചേർക്കണേ. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം. വഴറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ വഴറ്റണേ. കാരണം ഒരു പച്ചമണം, ഉള്ളിയുടെയും മുളകിന്റെയും എല്ലാം ഒരു പച്ചമണം ചെറുതായിട്ട് അങ്ങ് പോകണ സമയം കൊണ്ട് വേണം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് അങ്ങ് വഴഞ്ച് അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലായിടത്തേക്കും വെളിച്ചെണ്ണ അങ്ങ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പിന്നെ അത് അങ്ങനെ റെഡി ആയിക്കൊള്ളൂല്ലോ. അപ്പൊ നമുക്ക് ഇനി പൊടികളെല്ലാം ചേർക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ 2 സ്പൂൺ എന്റെ ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പം ഞാൻ സ്പൂൺ എന്ന് പറയുമ്പോ ഒരു വലിയ സ്പൂണൊന്നല്ല, കുറച്ച് എന്റെ എന്റെ കയ്യിലിരിക്കുന്ന സ്പൂൺ വെച്ചിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് ആ സ്പൂണിന്റെ പകുതി ഞാൻ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഒരു ലേശം പേരിന് മാത്രം മഞ്ഞൾപ്പൊടി. അപ്പോഴാണ് കണ്ടോ ഒരു ലേശം അത്രയേ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റണം. ഇനി ചട്ടി ചൂടായിട്ടിരിക്കുന്ന കാരണം മുളകൊക്കെ പെട്ടെന്ന് റെഡിയാവും. വേറെ ഒന്നും നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളൂ, ചെറിയ ഉള്ളിയാണല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ പെട്ടെന്ന് മുളക് ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ വന്നുട്ടാ. അപ്പൊ നമ്മൾക്ക് ഞാൻ എന്താന്ന് വായില് വെള്ളം വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഒരു തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത് നല്ല പോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തക്കാളി പേസ്റ്റ് അങ്ങ് ചേർത്താലോ. കുറച്ച് തക്കാളി പേസ്റ്റ്, ഒരു തക്കാളിയേ ഉള്ളൂ കേട്ടോ. ഒരു തക്കാളിയുടെ പേസ്റ്റ് ആണ് ഞാനിപ്പോ ചേർത്തിരിക്കുന്നത്. അപ്പോ ആ തക്കാളി പേസ്റ്റ് ചേർത്ത് നല്ല പോലെ ഇതെന്ന് ഒരു പച്ചമണം ഇട്ട് പോകുന്ന വരെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ അതൊരു ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്താൽ മതി. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ല പോലെ തിളപ്പിച്ചങ്ങ് എടുക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ച്
വെയിറ്റ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ തക്കാളിയുടെ വെള്ളം വറ്റാനായിട്ട് നമുക്കറിയാലോ, എണ്ണ തെളിഞ്ഞങ്ങ് കാണണം നമുക്ക് ചട്ടിയില്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തേ. അപ്പൊ കണ്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പൊ ഈ കുക്കറിന്റെ കുക്കർ അല്ലല്ലോ, അരക്കണത് മിക്സി. മിക്സിയില് നമ്മൾ തക്കാളി അരച്ച അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കൂട്ടോ. അപ്പൊ ആ തക്കാളി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ അത് വഴറ്റി നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ ഈ വെള്ളം നമുക്കൊന്ന് തിളച്ചു കിട്ടണം, നല്ലപോലെ ഒന്ന് തിളച്ചു കിട്ടണം. ഞാൻ ഇതിലേക്ക് ഒരേ ഒരു കുടംപുളി കേട്ടോ, ഒരു കുടംപുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ സാരല്ല. എന്നിട്ട് അത് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് നമുക്ക് ഉപ്പെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. എനിക്ക് ഉപ്പ് ഇത്തിരി നന്നായിട്ട് അങ്ങ് ചേർത്തിട്ട്, എന്ന് വെച്ചാൽ പുളിയൊക്കെ ഉണ്ട്, തക്കാളി ഉണ്ടാവും. അപ്പൊ നല്ല പോലെ അങ്ങ് ചേർത്ത് അതങ്ങ് അടച്ചു വെക്കും കേട്ടോ. ഈ അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് നമുക്കറിയാലോ, വെള്ളം തിളച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തുറന്ന്, എന്നിട്ട് നമുക്ക് നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളം വറ്റും ചെയ്യും ആ സമയത്ത്. ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മുടെ മീനുകളെല്ലാം ഇട്ടങ്ങ് കൊടുക്കണം. എല്ലാ മീനുകളും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ. ഞാനിത് വരഞ്ഞൊന്നുമില്ല കേട്ടോ, കൊച്ചു മീനായ കാരണം അതിനെ വരയാൻ പോലും അതിന് വയറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് വരയാണ്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ അതങ്ങ് വേവിച്ചെടുക്കും. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. അപ്പോഴാണത് പെട്ടെന്ന് വേവും, കൊച്ചു ചാളയല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നല്ല പോലെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നമുക്ക് തുറന്നു കിട്ടും. നമുക്ക് അറിയാം അത് വെന്തിട്ടുണ്ടാകും. ആണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഈ വെന്ത ഇതിലേക്ക് അപ്പൊ ഞാൻ ചട്ടിയിൽ ഇരുന്ന് കുറച്ചുകൂടെ വെള്ളം വറ്റും. അപ്പൊ അധികം വെള്ളമൊന്നും നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അറിയാലോ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് തൂവി കൊടുക്കണേ. പച്ച വെളിച്ചെണ്ണ, നമ്മളുടെ ആ പച്ച വെളിച്ചെണ്ണ നല്ല പോലെ ആവശ്യത്തിന് നമുക്ക് നന്നായിട്ട് തൂവി കൊടുക്കുക. അതുകൊണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളത് വെന്തു എന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ പാത്രം അടച്ചു വെച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇനി ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചക്ക വേവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ചക്ക കൂട്ടാൻ അങ്ങ് കാച്ചി എടുക്കാന്ന് വിചാരിച്ചു. ചക്ക ഉപ്പേരി കേട്ടോ. ചക്ക കൂട്ടാൻ കാച്ചാനത് എങ്ങനെയാ വെച്ചാല്, ചെറിയ ഉള്ളി കുനുകുനാ നുറുക്കിയിട്ട് ചീനച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ആ ചീനച്ചട്ടി ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചിട്ട് ഉള്ളി അങ്ങ് മൂപ്പിച്ചെടുക്കൂട്ടാ. ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളക് പൊടി, എന്ന് വെച്ചാൽ ചക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇതേപോലെ അങ്ങ് വേവിച്ചു അങ്ങനെ കലക്കി മറച്ചെടുക്കണം. അപ്പൊ ഇത് എല്ലാവിടേക്കും ആ ഉള്ളിയുടെ സ്മെല്ല് അങ്ങോട്ട് എത്തണം കേട്ടോ. എന്നിട്ട് അതിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരാം. അപ്പൊ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം നല്ല സ്പൈസിയുമാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്, നല്ല സ്വാദുമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതെന്ന് വെച്ചാൽ നല്ല പോലെ മറച്ച് ഇളക്കി എടുക്കാം. അപ്പൊ ഇതിങ്ങനെ മമ്മ കഴിക്കാം, മമ്മ അടിപൊളി 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 സ്വാദ്.